നൂറ്റാണ്ട് എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ ഹക്കായ കാര്യങ്ങൾ പറയാൻ ഒരാളെയും ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതാണ് താജുൽ ഉലമ പഠിപ്പിച്ചത്. താജുൽ ഉലമയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? എടാ ഞാൻ ഒറ്റക്കായിരുന്നാലും സത്യം പറയടാ. സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ടൊരു കളിയില്ലടാ. ഞാൻ ഒറ്റക്കായിരുന്നാലും സത്യം പറയടാ. അതാണ് താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ച പാഠം. ഹക്കായ കാര്യം പറയണം. അതിലാരെയും പേടിക്കാൻ പാടില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീന് പറയാൻ എന്തിനു പേടിക്കണം? ഇസ്മുൽ അഅ്ലം അറിയുന്ന ഏത് വ്യക്തിക്കും ലോകത്ത് എപ്പോഴും എവിടെയും സഞ്ചരിക്കാം. നമ്മൾ ചിലവരൊക്കെ കേട്ടിട്ടില്ലേ? ചില ഔലിയാക്കന്മാരെ ചരിത്രം പറയുമ്പോ കേട്ടിട്ടില്ലേ? അതൊക്കെ പറയുമ്പോ ലൈവ് പോണതാണ്. അയിമ കയറി പിടിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞാൽ അയിമ കയറി പിടിക്കും. കുറെ യൂട്യൂബർമാര്, ട്രോളർമാര്, യുക്തിവാദികള്, ബിദഈകള്, നിരീശ്വരവാദികള്. എന്നിട്ട് പറയും, മൗലിയാരെ 21ാം നൂറ്റാണ്ട് ലോകം പുരോഗമിച്ച കാലത്ത് നിങ്ങൾ ഇമാതിരി നുണയും മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തൊന്നും പറയല്ലേ എന്ന് പറയുന്നു. എടോ, നൂറ്റാണ്ട് എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ ഹക്കായ കാര്യങ്ങൾ പറയാൻ ഒരാളെയും ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതാണ് താജുൽ ഉലമ പഠിപ്പിച്ചത്. താജുൽ ഉലമയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? എടാ ഞാൻ ഒറ്റക്കായിരുന്നാലും സത്യം പറയടാ. സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ടൊരു കളിയില്ലടാ. ഞാൻ ഒറ്റക്കായിരുന്നാലും സത്യം പറയടാ. അതാണ് താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ച പാഠം. ഹക്കായ കാര്യം പറയണം. അതിലാരെയും പേടിക്കാൻ പാടില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീന് പറയാൻ എന്തിനു പേടിക്കണം? കാലം പുരോഗമിച്ചോട്ടെ, അള്ളാഹ്ക്കൊരു കുറവില്ലടോ. ഈ പറയുന്നവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കൊതുവിന്റെ കാലിന്റെ വില ഉണ്ടോ? ഇപ്പൊ നമ്മൾ 1400 കൊല്ലം മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസ്തമിച്ച സൂര്യനെ റസൂലുള്ള മടക്കി വിളിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ? പടിഞ്ഞാറ് പോയി സൂര്യാസ്തമിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ അസർ നിസ്കരിക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അലിയാരുടെ മടിയിൽ തല വെച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു ഒരു യുദ്ധക്കളത്തിൽ. ക്ഷീണിതനാ ഹബീബായ തങ്ങള്. അസർ ഇങ്ങനെ കളാകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഉറക്കത്തിന്ന് വിളിച്ചുണർത്തുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി അലി റളിയല്ലാഹു അൻഹു കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. കാരണം എന്താണെന്നറിയോ? തുസല്ലി ബിലാ ഖൽബിൽ സലാത്തം ബിമിഥിലിഹാ യകൂനുൽ ഫതാ മുസ്തൗദിബൽ ലിൽ ഉഖൂബതി തളില്ലു വഖദ് അദ്മം തഹാ ഗൈറ അലിമി തസീദു ഹിതിയതൻ റക്അതൻ ബഅദ റക്അതി. എന്റെയും നിന്റെയും പോലെയല്ല മഹാന്മാര്. അവര് നിസ്കാരം വളരെ ഗൗരവത്തിലെടുക്കുന്നവരാണ്. ഒരു നിസ്കാരം ഖദാ ആകുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് കല്ലെറിഞ്ഞ സമയത്ത് നബി തങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? തായിഫിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ചെന്ന സമയത്ത് അക്രമകാരികൾ കല്ലെറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്ന് ചോരതാക്കി പോട്ട് ചാടി. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് ആ രക്തം പൊടിഞ്ഞ കാലതാ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹ് പറഞ്ഞയച്ചതാണെന്നെ തങ്ങളുടെ കാലെറിഞ്ഞു മുറിച്ച ഈ അക്രമകാരികളെ തകിടം മറിക്കാൻ, ഭൂമിയെടുത്ത് കമഴ്ത്തി കൊട്ടാൻ അള്ളാഹ്ക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഞാൻ ചെയ്യണോന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറയാണ്, ജിബ്രീൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല ലോകത്തിനും അനുഗ്രഹീതനായിട്ടല്ലാതെ അള്ളാഹ് പറഞ്ഞയച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി വ ഇന്നഹും ലാ യഅലമൂന ശൈആ. വിവരമില്ലാത്തവരാണ് അല്ലാഹ്, നീ അവർക്ക് പുറത്തു കൊടുക്ക്. മുത്തുനബിയുടെ ദുആ. ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കഴുത്തിലിട്ടു. ഹബീബായ തങ്ങളുടെ കഴുത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല വരിച്ചിട്ടത് മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് വരിച്ചിട്ടിട്ട് ദുർഗന്ധം സഹിക്കവയ്യാതെ ഹബീബായ തങ്ങളുടെ പെരടിയിലൂടെ മുഴുവൻ ഒട്ടകത്തിന്റെ ചീഞ്ഞ കാറ്റും രക്തവും ചലും ഒലിച്ചിറങ്ങിയിട്ട് ആകെങ്ങനെ കുളിച്ചു നിൽക്കുമ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ പറ്റില്ല. ബാപ്പയാണ്. മോളായ ഫാത്തിമ പറയാണ്, മുത്തുനബിയെ, അള്ളാന്റെ റസൂലെ
റസൂലല്ലേ നിങ്ങള്, ഇവന്മാർക്കെതിരെ ഒന്ന് ദ്വാരുന്നൂടെ? ആ കഴുത്തിലൂടെ ഒട്ടകത്തിന്റെ കാഷ്ടവും മൂത്രവും ചലവും ചീഞ്ചലവും ചോരയൊക്കെ ഒലിച്ചിറങ്ങി നിൽക്കുന്ന ഹബീബായ തങ്ങള് രണ്ട് കൈയിങ്ങനെ നീട്ടി പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി വ ഇന്നഹും ലമൂന ശൈആ. വിവരമില്ലാത്തവരാണ്, റബ്ബേ നീ പുറത്തു കൊടുക്ക് റബ്ബേ, പുറത്തു കൊടുക്ക് റബ്ബേ. അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. എന്നാൽ അതേ റഹ്മത്തുൽ ലിൽ ആലമീൻ വേറൊരു ദുആ നടത്തിയ ചരിത്രം പറയാനാണ് എന്തൊക്കെ പറഞ്ഞത് കേട്ടോ. ഒരു യുദ്ധക്കളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അസർ ഖളാ ആക്കിപ്പോയി ഒരു വിഭാഗം ആളുകൾ. അവർക്കെതിരെ നബി തങ്ങൾ ദുആരുന്നത് എന്താണെന്നറിയോ? മല അല്ലാഹു ഖുബൂറഹും വ ബുയൂതഹും നാറാ. അല്ലാഹുവേ, അവരുടെ ഖബറുകളും വീടുകളും നീ തീ കൊണ്ട് നിറയ്ക്കണേ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അസർ നിസ്കാരം ഖളായി പോയി. സൂര്യൻ അങ്ങ് അസ്തമിച്ചു. ഹബീബായ തങ്ങളുടെ തല അലിയാരുടെ മടിയിലാണ്. രണ്ട് കണ്ണിന്നും കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അലിയാരുടെ താടിയുമൂക്കൂടെ ഒലിച്ചിറങ്ങി ഹബീബായ തങ്ങളുടെ മുഖത്ത് വീണു. തങ്ങൾ ചോദാ പെട്ടെന്ന് നീക്കോക്കുമ്പോ അലിക്കറിയാണ്. യാ അലി, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടഭാജനമാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ മദീനയിലെ അറിവാണ്, അതിലേക്ക് കടന്നു വരുന്ന കമാനം അലിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ടല്ലോ. കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തെങ്കിലും പറ്റിയോ? അലി തങ്ങൾ പറയാണ്, നബിയെ, ഞാൻ അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങന്റെ മടിയിൽ തലവെച്ച് റെസ്റ്റ് എടുത്തു. ഞാൻ നിസ്കാരത്തിൽ നിസ്കരിക്കാത്ത ആളായിരുന്നു. അങ്ങ് ഇത്ര റെസ്റ്റ് എടുക്കുന്നു എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചത് അങ്ങേ വിളിച്ചുണർത്തുന്നത് അപമര്യാദയാണെന്ന് കണക്കാക്കിയിട്ട് ഞാൻ എന്റെ അസർ ഖളായി പോയി നബിയെ. ഞാൻ എന്റെ റബ്ബിനോട് സമാധാനം പറയണ്ടേ? ആ സമയത്ത് തങ്ങൾ എന്ത് ചെയ്തു? അസ്തമിച്ച സൂര്യന്റെ നേർക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഹബീബായ തങ്ങൾ പറയാണ്, അൽ ബദ്റു സുഖബി അംരിഹി വശംസു ഹിദ് ഖർബത്തിലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി വൽ വഗ്ശു വൽ അസ്ജാറു ഖസദത് ലഹു വഅലൈഹി കസല്ലംന ബഅദ തശഹുദി. അസ്തമിച്ച സൂര്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂര്യൻ, എന്റെ അലി അസർ നിസ്കരിച്ചിട്ടില്ല. നീ അസ്തമിച്ചത് ഇങ്ങോട്ട് തിരിച്ചു വരണോ? പടിഞ്ഞാറ് പോയി അസ്തമിച്ച സൂര്യൻ ഹബീബായ തങ്ങൾ വിളിച്ചപ്പതാ പൊന്തി വന്നു. അലിയാരി അസർ നിസ്കരിക്കാൻ പറഞ്ഞു ഹബീബായ തങ്ങള്. അലി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോഴും സൂര്യൻ അവിടെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ പൊക്കോ. ഹബീബായ തങ്ങള് പറഞ്ഞപ്പോ ആ സൂര്യൻ പടിഞ്ഞാറ് തന്നെ പോയി അസ്തമിച്ചു. ഇത് 2026 ഞാൻ പ്രസംഗിച്ചാൽ അത് വിവരദോഷാവോ? അത് അന്ധവിശ്വാസാവോ? അത് ലോക മുസ്ലിങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാകോ? സത്യം സത്യമായിട്ട് പറയണ്ടേ? നമ്മൾ സത്യം സത്യമായിട്ട് പറയണ്ട. എന്തിനാരെ പേടിക്കണം? ഇത് ചരിത്രമാണ്. ഇത് കിതാബിലുള്ളതാണ്. ഇത് ചരിത്രം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ലോകം അംഗീകരിച്ചതാണ് കേട്ടോ. അപ്പോ കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ഒരാളെയും ഭയപ്പെടണ്ട. അതാണ് താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഞാൻ ഒറ്റക്കായിരുന്നാലും ഞാൻ സത്യത്തിന്റെ കൂടെ നമുക്കുമെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.